പ്രിയപ്പെട്ടവരെ, ഇന്ന് നവംബർ 14 ലോക പ്രമേഹ ദിനം. ഈ വർഷത്തെ പ്രമേയം അല്ലെങ്കിൽ അതിൻ്റെ സ്ലോഗൻ എന്ന് പറയുന്നത് ഡയബറ്റീസ് എക്രോസ് ലൈഫ് സ്റ്റേജസ് ആണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ജനനം മുതൽ മരണം വരെ, പണ്ടൊക്കെ നമ്മൾ പറയുന്നത് മാതിരി ചുട്ട മുതൽ ചുടല വരെ എല്ലാ സമയത്തും നാം അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളിൽ ഒന്ന് ഈ പ്രമേഹ രോഗികളിലും കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് ഓരോ സ്റ്റേജ്, ശൈശവാവസ്ഥയിൽ, ബാല്യത്തിലും കൗമാരത്തിലും അതേപോലെ തന്നെ വാർദ്ധക്യത്തിലൊക്കെ എന്തൊക്കെ ഈ പ്രമേഹം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതിനുള്ള പരിഹാരം കാണുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ജോലി സ്ഥലത്തും പലതരം തൊഴിൽ ചെയ്യുന്ന അവസ്ഥയിലും നമുക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കുക എന്നതും കൂടി ഇതിൻ്റെ ഉദ്ദേശത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പറയുന്നത് ഇതിൽ മിക്കവാറും ശൈശവാവസ്ഥയിലൊഴികെ ബാക്കി എല്ലാ സമയത്തും, അതല്ലെങ്കിൽ ശൈശവാവസ്ഥയിൽ പോലും നമുക്ക് നമ്മുടെ ഫുഡ് പ്ലേറ്റ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ്, പ്രമേഹ രോഗികളുടെ ബാലൻസ്ഡ് ഡയറ്റ് ഒരു ഫുഡ് പ്ലേറ്റ് രൂപത്തിൽ നമുക്ക് ക്രമീകരിക്കാവുന്നതാണ്. അതുകൂടാതെ തന്നെ നമുക്ക് കൗമാരത്തിലും അതേപോലെ തന്നെ ഓൾഡ് ഏജിലൊക്കെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, അതായത് നമ്മുടെ ഭക്ഷണത്തിലുള്ള ഒരു ക്രമീകരണവും അതേപോലെ തന്നെ ഫാസ്റ്റിംഗ് ടൈമും ഈറ്റിംഗ് ടൈമും നമുക്ക് ക്രമീകരിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രമേഹ രോഗികൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു രീതിയെപ്പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് അവതരിപ്പിക്കുന്നത്. ഇതിൽ 2014 യോഷിനോരി ഓസൂമിക്ക് ഓട്ടോഫേജിൽ നോബൽ സമ്മാനം കിട്ടിയത് മുതൽ തന്നെ ഈ ഫാസ്റ്റിംഗ് കൊണ്ട് കിട്ടുന്ന അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കൊണ്ട് കിട്ടുന്ന നേട്ടങ്ങളെ പറ്റിയിട്ട് ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിലും അത് സാധാരണ വ്യക്തികൾ ഇപ്പോഴും അതിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ അതെങ്ങനെ കിട്ടുന്നു എന്നതിനെ പറ്റിയിട്ട് കൃത്യമായ ധാരണ ഇല്ലാത്തത് കൊണ്ടും പ്രമേഹ രോഗികൾക്ക് ഫാസ്റ്റിംഗ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ കൊണ്ടും ഒരുപാട് ആൾ ഇതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ഉപകാരം കിട്ടാതെ പോകുന്നുണ്ട്. യോഷിനോരി ഓസൂമിയുടെ ഓട്ടോഫേജിയിൽ പറയുന്ന ബെനിഫിറ്റിൽ ഡോക്ടർ രാജീവൻ എഴുതിയ ഒരു പുസ്തകത്തിൽ വ്രതവും ഓട്ടോഫേജിയും എന്ന പുസ്തകത്തിൽ കൃത്യമായിട്ട് 14 നേട്ടങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നാണ് പ്രമേഹം. അപ്പോൾ പ്രമേഹം കൂടാതെ പ്രഷർ, LDL കൊളസ്ട്രോൾ തടയുന്നു, അതേപോലെ തന്നെ സന്ധിവാതം തടയുന്നൊക്കെ പറഞ്ഞ് 14 നേട്ടങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇതിൽ പ്രമേഹത്തിന് നമുക്ക് കിട്ടുന്ന ഒരു മെച്ചത്തിനെ പറ്റി മാത്രമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ തന്നെ വരുമ്പോൾ അത് ഫുഡ് പ്ലേറ്റുമായിട്ട്, അത് പ്ലേറ്റിൽ പാതി പച്ചക്കറികളും അനുവദിക്കപ്പെട്ട പഴങ്ങളും 25% മാത്രം കാർബോഹൈഡ്രേറ്റ്, മറ്റ് ഫ്രൂട്ടൊന്നും പച്ചക്കറിയൊന്നും കിട്ടുന്ന രൂപത്തിൽ ഒരു 20% പ്രോട്ടീന്, 20 മുതൽ 30% വരെ ഫാറ്റ്, അങ്ങനെയുള്ള ഒരു ഫുഡ് പ്ലേറ്റ് രീതി ഇന്ന് ലോകവ്യാപകമായി എല്ലാ ഡോക്ടർമാരും രോഗികൾക്ക് നിർദ്ദേശിക്കുകയും ഒരുവിധം ആൾക്കാരൊക്കെ, അറിയുന്ന ആൾക്കാർ ഇത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇത് വലിയൊരു പ്രചാരത്തിൽ വന്നിട്ടില്ല. അങ്ങനെ ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വിത്ത് ഫുഡ് പ്ലേറ്റ് എന്ന രൂപത്തിൽ നമ്മൾ നോമ്പെടുക്കുകയും അതിനനുസരിച്ച് നമ്മുടെ മരുന്നുകൾ ക്രമീകരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സൽ ഓഫ് ഡയബറ്റീസ്, അതായത് പ്രമേഹം മാറുമെന്ന് ഉറപ്പ് പറയുന്ന ഒരു പുസ്തകം തന്നെ ഡോക്ടർ സീതൻ കുമാർ എഴുതിയിട്ടുണ്ട്, പ്രമേഹം മാറാൻ നല്ല ഭക്ഷണം എന്നുള്ള രൂപത്തിൽ. അപ്പോൾ ഇത് രണ്ടും റെഫർ ചെയ്തിട്ട് എൻ്റെ പ്രേക്ഷകർ മുഴുവൻ ഈ രൂപത്തിൽ പ്രമേഹമുള്ളവർ അല്ലെങ്കിൽ പ്രമേഹം ഉള്ള കുടുംബത്തിലുള്ളവർ, അവരുടെ അറിയുന്നവർക്കൊക്കെ, അവരുടെ നാട്ടുകാരാണെങ്കിലും വീട്ടുകാരായാലും കൂട്ടുകാരായാലും കുടുംബക്കാരാണെങ്കിലും അവരെ കൂടെ ജോലി ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ അവർക്കൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വിത്ത് ഫുഡ് പ്ലേറ്റ് എന്നുള്ള ഒരു PDF, അത് ഞാൻ ഇതിൽ അതിൻ്റെ ഒരു ലിങ്ക് അയച്ചു തരാൻ വേണ്ടി ശ്രമിക്കാം. അല്ലെങ്കിൽ എൻ്റെ PM വന്നു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് അയച്ചു കൊടുക്കുന്നതാണ്. എൻ്റെ എല്ലാ രോഗികൾക്കും ഈ ഫുഡ് പ്ലേറ്റ് വിത്ത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, അതോടൊപ്പം തന്നെ പറഞ്ഞു കൊടുക്കുന്ന വ്യായാമങ്ങളും ചെയ്തിട്ട് അവരുടെ പ്രമേഹം
മാറുകയും മരുന്ന് നിർത്താൻ കഴിയുകയും അതോടൊപ്പം തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും കഴിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും ശീലിക്കണമെന്നും അതിലൂടെ നിങ്ങളുടെ പ്രമേഹം റിവേഴ്സൽ ഓഫ് ദി ഡയബറ്റീസ് നേടണമെന്നും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.